ഡെയിലി 5:40 നിന്ന് 6:20 വരെ ഉള്ള ടൈമാണ് പ്രദോഷവേള എന്ന് പറയുന്നത്. ഇത് കൈലാസത്തിൽ നിത്യമായിട്ട് ഈ ടൈമിൽ ശിവന്റെ നൃത്തം, പാർവതി കാണാൻ ശിവൻ ഇങ്ങനെ നൃത്താടുകയാണ്. അപ്പോൾ ഈ നന്ദിയാണ് മത്തളം വായിക്കുന്നത്. മത്തളം വെച്ചാൽ ഈ മൃദംഗം അടിക്കുന്നത് ഈ വെച്ചാൽ ഇങ്ങേരും ചേർന്ന് ഡാൻസ് ആടും. അതായത് നിങ്ങൾക്ക് അവിടെ വന്ന് സരസ്വതി വീണ വായിക്കും. ഇങ്ങനെ എല്ലാ ദേവതകളും വൈകുന്നേരം 5:40 നിന്ന് 6:20 വരെ അവിടെ ഉണ്ടാവും ഈ അതിൻ്റെ നിത്യ ഈ നൃത്തം കാണാൻ വേണ്ടി. ഈ തമിഴ്നാട്ടിൽ ഈ മറ്റു ക്ഷേത്രങ്ങളുണ്ടായെന്ന് പറഞ്ഞിട്ട് 5:40 നിന്ന് 6:20 വലിയ നാരായണ ക്ഷേത്രത്തിലൊക്കെ അവർ തിരയിട്ടേക്കും. അത് വെച്ചാൽ പൂജ ഒന്നും ചെയ്യില്ല ആ ടൈമിൽ. കാരണം വെച്ചാൽ ആ ടൈമിൽ വിഷ്ണുവും അവിടെ ഈ ദർശനത്തിന് വേണ്ടി കൈലാസത്തിൽ പോകുന്നതെന്നുള്ള ഇതുകൊണ്ടാണ്. ഇപ്പോൾ ഒന്ന് നന്ദികേശ്വര രണ്ടുപേർക്കുള്ള വ്യത്യാസം. ശിവക്ഷേത്രത്തിൽ പോയാൽ നന്ദി ഉണ്ടാവും, ശിവലിംഗം, ബലിപീഠം, അപ്പുറത്ത് നന്ദി ഉണ്ടാവും. ഈ നന്ദി വന്ന് ജീവന ആത്മാവ് കുറിക്കുന്നത്. പശു, പതി, പാസം. പതി എന്ന് പറഞ്ഞാൽ ശിവൻ, അത് ശിവലിംഗം വെച്ച് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ പശു എന്ന് പറഞ്ഞാൽ ജീവാത്മ, അതാണ് അവിടെ ശിവക്ഷേത്രത്തിൽ നന്ദി. ഈ ജീവാത്മ പാശങ്ങൾ ഈ ബലിപീഠത്തിൽ ബലിയിട്ടാൽ ശിവമായിട്ട് മാറാൻ പറ്റും. ഇതാണ് ആ റെപ്രസെൻറ്റേഷൻ. പശു, പതി, പാസം. അവിടെ ഉള്ള നന്ദി വന്ന് അത് ഒരു കാളை വടിവമുള്ള ഒരു നന്ദി ആത്മാ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതേസമയം നന്ദികേശ്വര എന്ന് പറയുമ്പോൾ അതൊരു ഋഷിയാണ്. ശിലാദ മുനിവർ എന്നൊരു ഋഷിയുടെ മകനാണ്. മാർക്കണ്ഡേയൻ കഥ എല്ലാവർക്കും അറിയാം. മാർക്കണ്ഡേയൻ 16 വയസ്സ് വരെ ആയിരിക്കും. 16 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് കാലം വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങേര് കാശിയിലാണ് പോയത്. കാശി പോയി ശിവലിംഗ പൂജയിൽ ഈടുപെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പൂജ ചെയ്യുമ്പോൾ ഇത് കാലൻ വന്ന് പാസകേര വെച്ചപ്പോൾ അത് ശിവലിംഗത്തിനെയും കൂടെ മുകളിൽ വിളന്ന് വലിക്കുമ്പോൾ ശിവൻ വെളിപ്പെട്ട് കാലനെ ഒന്ന് അവന് കാലനായി മാറി, കാലനായി. അങ്ങനെ അപ്പോൾ മാർക്കണ്ഡേയന് എപ്പോഴും 16 വയസ്സ്, അതായത് 16 വയസ്സ് ക്രോസ് ചെയ്യില്ലെന്നുള്ള ഒരു ടൈം പിടിച്ച് നിർത്തുന്ന ഒരു വരവും കൊടുത്ത് ശിവൻ. ഇതേമാതിരിയാണ് ഈ നന്ദീശ്വരൻ. ശിലാദ മുനിവർക്കും ഇതേമാതിരി ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശിവൻ ഒന്ന് ചോദിക്കാം, നിങ്ങൾക്ക് ആയുസ്സുള്ള ഒരു നല്ല കുട്ടി വേണം. ഇല്ല എന്നാൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കും, പക്ഷേ സ്വഭാവം ശരിയില്ലാതിരിക്കും, അത് വേണം. അല്ല എനിക്ക് നല്ല കുട്ടി മതി, ആയുസാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ചോദിച്ച് വാങ്ങിച്ചത് വരമാണ്. അപ്പോൾ അങ്ങനെ കുട്ടി ഉണ്ടായി. അത് വന്ന് ഇതേമാതിരി വയസ്സ് നെരുങ്ങി വരുമ്പോൾ അച്ഛന് ഒരീസ എന്തോന്നാണ് ഇങ്ങനെ സമയമായല്ലോ. അങ്ങനെ വരുമ്പോൾ മകൻ ചോദിക്കണം, എന്താണ് ഇത്ര ഒരിയായിട്ട് നിങ്ങളിരിക്കുന്നത്? അത് ഇങ്ങനെയാണ് വരം വാങ്ങിച്ചത്, അതിൽ നല്ല കുട്ടിയായിരിക്കണം, പക്ഷേ നീണ്ട ആയുസ്സുള്ള മോശമായിട്ടുള്ള കുട്ടിയോടെ ഇത് മതിയെന്ന് ചോദിച്ചു. പക്ഷേ അത് ആ ടൈമിൽ നിനക്ക് ഇപ്പോൾ ഇനിയും പെട്ടെന്ന് ഇത് മരണം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്, അത് ഓർത്താണ് ഞാൻ വിഷമിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ഒന്ന് ഈ പയ്യൻ പറയുന്നു, വേണ്ട, ഞാൻ ശിവനെ പോയി ധ്യാനം ചെയ്ത് മാർക്കണ്ഡേയന്മാരി ധ്യാനം ചെയ്ത് വന്നപ്പോഴാണ് ശിവൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണം, അത് അമരനാകണം, നിത്യജീവി, ഓക്കെ, നിത്യമായിട്ടിരിക്കും, വേറെ എന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ ശിവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക, നിങ്ങൾക്ക് അറിയുന്ന ആഗമങ്ങൾ, ശിവ ആഗമങ്ങളെ എനിക്ക് പറഞ്ഞു തരണം, അങ്ങനെയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശിവൻ വന്ന് ഈ നന്ദീശ്വരർക്ക് 28 ആഗമങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ 28 ആഗമങ്ങളിൽ 9 ആഗമം തിരുമൂലർക്ക് നന്ദീശ്വരർ പറഞ്ഞു കൊടുത്തു. അതുമാത്രമല്ല, ശിവൻ വന്ന് കൈലാസത്തിലുള്ള ശിവഗണങ്ങൾക്കൊക്കെ തലവനാക്കി, കൈലാസത്തിന് കാവലാക്കി. അപ്പോൾ ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ വന്ന് കൈലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഒരു സെക്യൂരിറ്റി ഫോഴ്സുമാരിയ്ക്കുന്നു, ശിവഗണങ്ങൾക്ക് ലീഡർ, അതൊക്കെയാണ്. പക്ഷേ എന്തെന്ന് വെച്ചാൽ ജ്ഞാനത്തിലും ഒരു ഗുരുനാഥറായി. ജ്ഞാനം 28 ആഗമങ്ങൾ ശിവൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ശേഷം അതിനെ ലോകത്തിലുള്ള ഇപ്പം തിരുമൂലർ കൂടെ 7 സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജ്ഞാനം അങ്കണൻ കൈലൈ കാക്കും അകമ്പടി തൊഴിൽമൈ പൂണ്ട് നംഗുരു മരബീർക്കെല്ലാം முதல் குரு நாதனாகி பங்கைய துளமும் மணக்கும் வேத்திர படைபொருத்த
ചെങ്കയം പെരുമാൻ നന്ദി ഷീരടി കമലം പോറ്റി. അപ്പോൾ ഒന്ന് അവിടെ ശിവഗണങ്ങളുടെ തലവൻ മാത്രമല്ല, ഒന്ന് ഇത് ഒന്ന് മുതൽ ഗുരുനാഥൻ കൈലാസത്തിൽ കൈലാസ പരമ്പരയിൽ ഒരു മുതൽ ഗുരുനാഥൻ അങ്ങേറ്റുന്ന തിരുമൂലയുടെ ശിഷ്യന്മാർ ഇതേമാതിരി ഒരുപാട് ഇത് ജ്ഞാനം പകരുന്നു. അപ്പോൾ ഇത് വന്ന് ഈ നന്ദീശ്വരർ കാളയല്ല, മനുഷ്യ രൂപം, 4 കൈ, ജടാമുടി, ത്രിനേത്രം, അതുപോലെ കാളയുടെ കാതും കൊമ്പും മാതിരിയുള്ള ഒരു അപ്പിയറൻസാണ്. ഈ നന്ദിയുടെ കൊമ്പിൻ്റെ ഇടയിലാണ് ശിവൻ നിന്ന് ഈ പ്രദോഷവേള നൃത്തമാടുന്നത്. അപ്പോൾ പ്രദോഷ വഴിപാട് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് ശിവലിംഗത്തിൽ ചെയ്യുന്നുണ്ട്. ചില തിരുവണ്ണാമലയിൽ നന്ദി ചെയ്യുന്നുണ്ട്, വലിയ നന്ദി എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ആക്ച്വലി ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഈ രൂപത്തിൽ ഇരിക്കുന്ന നന്ദീശ്വരരാണ് അതിൻ്റെ മുകളിലാണ് അഭിഷേകങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥൂല നന്ദിക്ക് റെപ്രസെൻറ്റേറ്റീവ് ഇത് ചെയ്യുന്നത് മനുഷ്യൻ്റെ സ്ഥൂലദേഹമേ നന്ദി. അങ്ങനെ എല്ലാവരുടെ ഗുരുമണ്ഡലത്തിലും നടരാജ നൃത്തമുണ്ട് എന്നുള്ളതാണ് തിരുമന്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഈ നന്ദീശ്വരർ വന്ന് മറ്റേ കാള അല്ല, ഇത് വന്ന് ഗോപുരത്തിലാണ് ഈ നന്ദീശ്വരർ വെച്ചിരിക്കുന്നത്. ഗോപുരം നോക്കിയാൽ ഇങ്ങനെ നന്ദീശ്വരർ ഇരിക്കും ഗോപുരത്തിൽ. ആ ഗോപുരത്തിലിരിക്കുന്ന നന്ദീശ്വരാണ് മുതൽ ഗുരുനാഥം, കൈലാസത്തിന് കാവല്, നല്ല വാരിയർ, ജ്ഞാനം ചെയ്യുന്നത്. പ്രദോഷം എന്ന് പറയുന്ന ഡെയിലി 5:40 നിന്ന് 6:20 വരെ ഉള്ള ടൈമാണ് പ്രദോഷവേള എന്ന് പറയുന്നത്. ഇത് കൈലാസത്തിൽ നിത്യമായിട്ട് ഈ ടൈമിൽ ശിവന്റെ നൃത്തം, പാർവതി കാണാൻ ശിവൻ ഇങ്ങനെ നൃത്താടുകയാണ്. അപ്പോൾ ഈ നന്ദിയാണ് മത്തളം വായിക്കുന്നത്. മത്തളം വെച്ചാൽ ഈ മൃദംഗം അടിക്കുന്നത് ഈ വെച്ചാൽ ഇങ്ങേരും ചേർന്ന് ഡാൻസ് ആടും. അതായത് നിങ്ങൾക്ക് അവിടെ വന്ന് സരസ്വതി വീണ വായിക്കും. ഇങ്ങനെ എല്ലാ ദേവതകളും വൈകുന്നേരം 5:40 നിന്ന് 6:20 വരെ അവിടെ ഉണ്ടാവും ഈ അതിൻ്റെ നിത്യ ഈ നൃത്തം കാണാൻ വേണ്ടി. ഈ തമിഴ്നാട്ടിൽ ഈ മറ്റു ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് 5:40 നിന്ന് 6:20 വലിയ നാരായണ ക്ഷേത്രത്തിലൊക്കെ അവർ തിരയിട്ടേക്കും. അത് വെച്ചാൽ പൂജ ഒന്നും ചെയ്യില്ല ആ ടൈമിൽ. കാരണം വെച്ചാൽ ആ ടൈം വിഷ്ണുവും അവിടെ ഈ ദർശനത്തിന് വേണ്ടി കൈലാസത്തിൽ പോകുന്നതെന്നുള്ള ഇതുകൊണ്ടാണ്. സോ ഈ കൈലാസ നൃത്തത്തിന് ഇത് ചെയ്യുന്ന അതിൽ പ്രദോഷ വേളയിൽ വന്ന് ഈ നന്ദിയുടെ ഗുരുമണ്ഡലത്തിലാണ് നമ്മൾ വന്ന് നൃത്തം കാണുന്ന അഭിഷേകങ്ങൾ ചെയ്യേണ്ടതാണ്. അതുമാതിരി ഇങ്ങനൊരു ജ്ഞാന ഗുരുവാണ്. ഇങ്ങനൊരു ഹ്യൂമൻ ഫാം തന്നെ ഇത് ഇങ്ങനെ കുറച്ച് ആൾട്രേഷൻ ഉള്ളതാണ്. ഇതാണ് അറിയേണ്ടത്. ഒരുപാട് പേര് നന്ദീശ്വര വ്യത്യാസം ചെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഈ നന്ദി എന്ന് പറയുന്നതാണ് 28 ആഗമങ്ങൾ, കാരണാഗമം, കാമ്യം, ഇങ്ങനെ എന്ന് പറഞ്ഞ് 28 മകുടാഗമം, ഇങ്ങനെയൊക്കെ 28 ആഗമങ്ങളുണ്ട്. ഈ ആഗമങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക് വന്ന് പൂജകളൊക്കെ ചെയ്യുന്നത്. അത് മാത്രമില്ല, ഈ നന്ദികേശ്വര കാശിക എന്ന് പറഞ്ഞ് ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് ശിവൻ വന്ന് മറ്റേ ഇങ്ങനെ പാണിനിക്ക് വന്ന് ഗ്രാമർ ഉപദേശിക്കാൻ ഉടുക്കയെടുത്ത് ഇങ്ങനെ കയ്യിലെടുത്ത് 14 പ്രാവശ്യം ഇങ്ങനെ അടിക്കും. ആ ശബ്ദത്തെ കേട്ടാണ് പാണിനി വന്ന് സംസ്കൃതത്തിൻ്റെ ഗ്രാമർ ബുക്ക് എഴുതിയത്. അതേസമയം ഇതേ ശബ്ദത്തെ കേട്ടിട്ട് തന്നെ നന്ദികേശ്വരർ 36 തത്വങ്ങൾ 24 ആത്മതത്വങ്ങൾ, 7 വിദ്യാതത്വങ്ങൾ, 5 ശിവതത്വങ്ങൾ, ഏതേത് ശബ്ദത്തിൽ നിന്ന് ഉണ്ടായി, ഏതേത് ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ശബ്ദത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ള പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ശബ്ദങ്ങളായി യൂസ് ചെയ്തതാണ് ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരം, അന്ധകരണ പ്രത്യാഹാരം, ധാരണ, ഇങ്ങനെ പല ഇതുകളൊന്ന് ശിവയോഗത്തിലും ഉണ്ട്. ശിവയോഗത്തിലുള്ള സാമാന്യങ്ങൾ ചക്ര ആക്ടിവേഷനിലുള്ള എല്ലാം ഇതേപോലുള്ള ശബ്ദങ്ങൾ നന്ദികേശ്വര കാശികയിലുള്ളതാണ്. അപ്പോൾ അത് പഞ്ചഭൂതത്തിന് ശബ്ദങ്ങൾ, ഏത് ശബ്ദത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ വന്നു, ഏത് ശബ്ദത്തിൽ നിന്നാണ് തന്മാത്രകൾ വന്നത്, ഏത് ശബ്ദത്തിലാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ വന്ന എല്ലാ ശബ്ദങ്ങൾ ഇത് നന്ദികേശ്വര കാശികയിലുണ്ട്. ഈ മന്ത്രങ്ങളെ യൂസ് ചെയ്ത് ഈ ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരം, അന്ധകരണ പ്രത്യാഹാരം, അതേമാതിരി നാഡീത്രയ പ്രത്യാഹാരം, ഭൗതധാരണ, തന്മാത്ര ധാരണ, കർമ്മേന്ദ്രിയ ധാരണ, ഇങ്ങനെ പല ധാരണകൾക്ക്
യൂസ് ചെയ്യുന്ന ബീജമന്ത്രങ്ങൾ ഈ നന്ദികേശ്വര കാർഷികയിലുള്ളതാണ്. ഈ നന്ദികേശ്വര കാർഷിക എന്ന് എഴുതിയത് ഈ നന്ദീശ്വരരാണ്. ഈ നന്ദീശ്വരരുടെ തുടങ്ങിയ പരമ്പര തിരുമൂലർ ഇതേമാതിരിയുടെ നന്ദിനാഥ പരമ്പര. ആ പരമ്പരകൾ നന്ദിനാഥ പരമ്പര, ആദിനാഥ പരമ്പര എന്ന് ഗോരഖ്നാഥ് വരുന്ന മാതിരി ഇത് നന്ദിനാഥ പരമ്പര. നന്ദീശ്വരർ ഒരു ഋഷിയുടെ മകൻ ഇങ്ങേരും അമരനായിട്ട് വരം വായിച്ച് പ്രൊട്ടക്ഷൻ, വീരൻ, അതുപോലെ ജ്ഞാനം തരുന്ന ഒരു ശിവയോഗത്തിൽ മെയിനായിട്ടുള്ള ഒരു മുഖ്യമായിട്ടുള്ളതാണ് നന്ദീശ്വരർ. അതേകൂടി നന്ദികേശ്വര കാർഷിക അത് പറയുന്ന ബീജങ്ങൾ യൂസ് ചെയ്ത് ജ്ഞാനേന്ദ്രിയ പ്രത്യാഹങ്ങൾ ചെയ്യുന്നതും ധാരണ ചെയ്യാനും ഇതൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.